ഓക്കെ, എന്താ അതായത് എക്സിന് 3 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കുമ്പോ ഇത് 0 വന്നതുകൊണ്ട് എക്സ് മൈനസ് 3 ഫാക്ടർ വന്നു. അപ്പൊ അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണ അതിന്റെ കൂടെയുള്ള ഫാക്ടർ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ 2x² മൈനസ് 7x പ്ലസ് 3 എന്ന് എഴുതി അതിനെ എക്സ് മൈനസ് 3 വെച്ചാൽ ഡിവൈഡ് ചെയ്യണേ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോളിനോമിയലിന്റെ ഡിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതുക, അല്ലാണ്ട് മൈനസ് 7x പ്ലസ് 2x² അങ്ങനെ എഴുതരുത്. ഈ ഒരു പോളിനോമിയൽ അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയുടെ ഓർഡറിൽ തന്നെ എഴുതുക. എന്നിട്ട് ഈ 2x² ഇതിനെ നമ്മൾ എഴുതി ഈ ഒരു ടേം നോക്കുക, ഇതിന്റെ ടേം നോക്കുക. ഈ 2x² എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഏതോ അതായിരിക്കും കോഷ്യന്റ് അകത്തേക്ക് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആണോ? എന്നാലേ നമുക്ക് ഈ ടേം ക്യാൻസൽ ആയി പോവുള്ളൂ. കാരണം ഇത് ക്യാൻസൽ ആയി പോയാലും നമ്മുടെ ഡിവിഷൻ തീരുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല, മീൻസ് തീരില്ല. ഓക്കെ, സോ 2x² എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 2x. അത് ഇവിടെ കൊടുത്തു. ആ 2x വെച്ച് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x² എന്ന് വന്നു. ആ 2x വെച്ച് 3നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ -3നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ -6x എന്ന് വന്നു. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്തു, നമ്പർ ഇറക്കി എഴുതി, അപ്പൊ 3 എഴുതി. ഇവിടെ വീണ്ടും നോക്കുക, -x ഇവിടെ x ആണ്, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ പറയണേ? -1 അത് കൊടുത്തു. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമാറ്റിൽ ഫാക്ടറൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്തോളുക? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വേണേൽ കണ്ടുപിടിച്ചോളുക. അത് നിങ്ങളുടെ ഇഷ്ടം. രണ്ടും കൂടെ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയോടെ പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ അത് നമ്മളിപ്പോ ആ പ്രോബ്ലത്തിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് x ടെൻസ് ടു 3 2x² മൈനസ് 7x പ്ലസ് 3 ഡിവൈഡഡ് ബൈ x മൈനസ് 3 എന്നുള്ളതിനെ ലിമിറ്റ് x ടെൻസ് ടു 3 ഇതിന് പകരം 2x² മൈനസ് 7x പ്ലസ് 3ക്ക് പകരം 2x മൈനസ് 1 ഇൻറ്റു x മൈനസ് 3 എന്ന് കൊടുക്കുന്നു. ബൈ x മൈനസ് 3 വന്നു, x മൈനസ് 3കൾ ക്യാൻസൽ ആയി പോയി. ലിമിറ്റ് x ടെൻസ് ടു 3 2x മൈനസ് 1 എന്ന് വന്നു. ഇവിടെ x-ന് 3 കൊടുത്താൽ 5 എന്നുള്ള ആൻസർ വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് u ടെൻസ് ടു √3 u മൈനസ് √3 ബൈ u² മൈനസ് 3. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ? ഫാക്ടറൈസ് ചെയ്തു. അതായത് ഡയറക്റ്റ് നമ്മൾ √3 കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയണേ? 0/0. ഇത് 0/0 ഫോം ആണ്. എന്റെ അത് സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. 0/0 ഫോം ഉണ്ട്. ഓക്കെ, സോ 0/0 ഫോം ആയതുകൊണ്ട് ഇവിടെ നമ്മളോട് ഇന്ന മെത്തേഡിലൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. എൽ ഹോപ്പിറ്റൽ റൂൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫാക്ടറൈസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്തായിരിക്കും ഫാക്ടറൈസേഷൻ വരുന്നത്? u² മൈനസ് 3നെ എങ്ങനെ എഴുതാം? a² മൈനസ് b² ഫോം ആയിട്ടില്ല. u plus √3 u മൈനസ് √3 ഇൻറ്റു u പ്ലസ് √3 എന്ന് എഴുതാം. സോ അതിവിടെ റീപ്ലേസ് ചെയ്യാണ്. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് u ടെൻസ് ടു √3 u മൈനസ് √3 ഡിവൈഡഡ് ബൈ u മൈനസ് √3 ഇൻറ്റു u പ്ലസ് √3 എന്ന് വരും. സോ u മൈനസ് √3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് u ടെൻസ് ടു √3 1 ബൈ u പ്ലസ് √3. ഇവിടെ യുവിന് പകരം √3 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക? 1/2 √3 പ്ലസ് √3 എന്ന് വരും. 1/2 √3 എന്ന് വരും. ഇതായിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻസ് ടു 3 x² മൈനസ് 4x പ്ലസ് 3 ഡിവൈഡ് ബൈ x² മൈനസ് 2x മൈനസ് 3. എങ്ങനെ ചെയ്യുക? x-ന് 3 എന്നുള്ള വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ പറയണേ? 3 എന്ന് ഡയറക്റ്റ് കൊടുത്താൽ 9 മൈനസ് 12 പ്ലസ് 3 ബൈ 9 മൈനസ് 6 മൈനസ് 3. എന്താ പറയണേ? 0/0 ഫോമാ. അപ്പൊ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഫാക്ടറൈസ് ചെയ്യാൻ കിട്ടുന്നില്ലാത്ത ആൾക്കാര്
തെറ്റിച്ച് കളഞ്ഞേക്കരുത്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പൊ നമുക്ക് വേണേ ഏത് ഉപയോഗിക്കാം? വേണമെങ്കിൽ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം 0/0 ഫോം അല്ലേ. ഓക്കെ, എൽ ഹോപ്പിറ്റൽ റൂള് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പൊ എന്തായാലും ഞാൻ എൽ ഹോപ്പിറ്റൽ റൂൾ വെച്ച് പറയുകയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക? 0/0 ഫോം ആണ്. Therefore, by L Hopital's rule, limit x tends to 3, x square minus 4x plus 3 divided by x square minus 2x minus 3 equal to എന്തായിരിക്കും വരിക? ലിമിറ്റ് x tends to 3, ഇതിന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക അല്ലെ, 2x minus 4 divided by 2x minus 2. ശരിയാണോ? അപ്പൊ ഈക്വൽ ടു എന്തെന്ന് വരും? ഇവിടെ എക്സിന് 3 എന്ന് കൊടുത്താൽ 6 minus 4 divided by 6 minus 2 ഈക്വൽ ടു എത്ര വരും? 1/2 എന്ന് ആൻസർ വരും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ പലരും എൽ ഹോപ്പിറ്റൽ റൂള് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇത് സെയിം ആൻസർ തന്നെ അടുത്ത മെത്തേഡ് നമ്മൾ ഫാക്ടറൈസ് ചെയ്താലും കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ്. വീണ്ടും അപ്പൊ ഞാൻ അടുത്ത ഇതിൽ പറയുകയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3, ഇത് 0/0 ഫോം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഫാക്ടറൈസേഷൻ ഓഫ് x സ്ക്വയർ മൈനസ് 4x പ്ലസ് 3? ആഡ് ചെയ്യുമ്പോൾ -4 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് പറഞ്ഞേ. -1 -3. അപ്പൊ x -1 ഇൻറ്റു x -3 ഡയറക്റ്റ് എഴുതാം, കാരണം x സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആ, കുഴപ്പമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ ആഡ് ചെയ്യുമ്പോൾ -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3. ഏതൊക്കെയാ നമ്പേഴ്സ്? -3. x plus 1 into x -3 ശരിയല്ലേ? x -3 ക്യാൻസൽ ആയി പോയി. ബാക്കി ലിമിറ്റ് x ടെൻസ് ടു 3 x -1 by x plus 1. സോ ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും വരിക? 3 - 1 divided by 3 plus 1 എത്ര പറഞ്ഞേ? 2/4 ഈക്വൽ ടു 1/2. ക്ലിയർ ആണോ? Yes sir. ഈ ക്വസ്റ്റ്യൻ എൽ ഹോപ്പിറ്റൽ റൂൾ ആണ്, തെറ്റില്ല. മറ്റേത് ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കും, കാരണം ഫാക്ടറൈസേഷൻ ഒക്കെ എടുക്കുമ്പോൾ ഇത്തിരി കെയർലെസ് ആയിട്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഹോപ്പിറ്റൽ റൂള് പഠിച്ചേച്ച് അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മെത്തേഡ് പറയാത്തതുകൊണ്ട്. അതേസമയം ഇതിന്റെ കൂടെ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലോ, യൂസിങ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? Yes sir, clear ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഡെൽറ്റ എക്സിന് 0 കൊടുക്കാൻ പാടുണ്ടോ? ഡയറക്റ്റ് 0 എടുത്ത് എന്താ പറഞ്ഞേ? ദിസ് ഈസ് ഇൻ 0/0 ഫോം ആണ് വരിക. ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യാൻ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാന്ന് വെച്ചാൽ ശരിയാവോ? ഇങ്ങനെ ക്യാൻസൽ ചെയ്തേക്കരുത് കേട്ടാ. ഇത് മുകളിലുള്ളത് ഈ ഒരു ടൈമിൽ 7 മാത്രമുള്ള ഡെൽറ്റ എക്സ് അല്ല, എല്ലാത്തിനകത്തും ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പൊ ചുമ്മാ ഒരു ടൈമിൽ നിന്ന് മാത്രം അങ്ങനെ ക്യാൻസൽ ചെയ്തേക്കരുത്, സമ്മായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ആ തെറ്റ് വരുത്തിയേക്കരുത്. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതേണ്ടി വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ നിന്ന് ഡെൽറ്റ എക്സിനെ കോമൺ ആയിട്ട് നിർത്തും. അപ്പൊ എന്ത് വരും? ഡെൽറ്റ എക്സ് ഇൻറ്റു ബാക്കി പിന്നെ എന്താ ഉള്ളത്? ഡെൽറ്റ എക്സിന്റെ സ്ക്വയർ പ്ലസ് 2 ഡെൽറ്റ എക്സ് പ്ലസ് 7 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ഡെൽറ്റ എക്സുകൾ ക്യാൻസൽ ചെയ്യുക. ബാക്കിയുള്ളതിന്റെ അത് ഡെൽറ്റ എക്സ് കൊടുത്താൽ എന്തായിരിക്കും ആൻസർ വരിക? 7. 0 plus 0 plus 7 by 1. 7 ആൻസർ വരും. ക്ലിയർ ആണോ? Yes sir. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടാ അല്ലെ? അതല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതേക്കൂട്ട് 2-3 എണ്ണം കമ്പൈൻ ചെയ്ത് ചോദിക്കാം.
അല്ലാണ്ട് ഒരെണ്ണം തന്നെയായിട്ട് 5 മാർക്കിനോ എസ് എ ക്വസ്റ്റൻ ഒന്നും ചോദിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റനാണ്. എന്താ അത്? എന്താ ഈ ക്വസ്റ്റിന്റെ ആൻസർ? നോ. റീസൺ പറയാമോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവില്ല. നമ്മുടെ ടെക്സ്റ്റിന്റെ അകത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ സിലബസിൽ ഇല്ല. അതാണ് ഏറ്റവും രസം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്നാ ചോദിച്ചേക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞാൽ ആൻസർ ആയില്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, 1 മാർക്ക് കിട്ടും. റീസൺ പറയണം. എനിവേ നമുക്കിപ്പോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് തന്നെ അങ്ങ് വിചാരിക്കാം, അത് തന്നെ മതി. അതിന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും നല്ലത് ഇതാണ്. വി ഹാവ് മോഡുലസ് ഓഫ് എക്സ്. അതിന്റെ ഡെഫിനേഷൻ എങ്ങനെയാ? മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 0യിൽ വരുമ്പോൾ ഇതിൽ രണ്ടിൽ ഏതെടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കേട്ടിട്ടുണ്ടോ മോഡെക്സിന്? ഇതിന്റെ അകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. സോ മോഡ് എക്സ് ബൈ എക്സ് എന്തായിരിക്കും വരിക? ഈക്വൽ ടു എന്ത് വരും? -1 വരും ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, 1 വരും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ. സോറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ പറയാൻ പാടില്ല. എക്സ് ലെസ് ദാൻ 0ക്ക് ഗ്രേറ്റർ ദാൻ 0ക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെ വരും. ഈക്വൽ ടു 0യിൽ എന്തായിരിക്കും സംഭവിക്കുക? പറയാൻ പറ്റുമോ? എന്തായിരിക്കും? 0/0 എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 0/0 ഈക്വൽ ടു എത്രയെന്ന് പറയാൻ പറ്റുമോ? നമ്മള് ഇങ്ങനെയാണ് ഇതിന്റെ പറയുന്നത്. ഇത്രയും നമ്മൾ പറയാ, അതിനുശേഷം ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് പ്രകാരം അങ്ങനെയാണ് നമ്മളോട് സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? എക്സ് ലെസ് ദാൻ 0ക്ക് എത്രയെന്ന വാല്യൂ വന്നിരിക്കുന്നത്? -1. ഇങ്ങനെ വരുന്നു. ഗ്രേറ്റർ ദാൻ 0ക്കോ 1 എന്ന് വരുന്നു. ഇത് എങ്ങനെയാ വന്നിരിക്കുന്നത്? 0യില് -1 വരുന്നു, 1ഉം വരുന്നു. സോ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്താവില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എനിവേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത്രയും എഴുതിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ പറയാം, ഫ്രം ദ ഗ്രാഫ് വി ക്യാൻ സീ ദാറ്റ് mod x by x is -1 if x less than 0 and 1 if x greater than 0. Therefore, limit x tends to 0 mod x by x does not exist. ഇത്രയാണ് പറയേണ്ട ആൻസർ. That is, mod x by x is equal to -1 if x less than 0 and mod x by x equal to 1 if x greater than 0 implies limit x tends to 0 mod x by x does not exist. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് പ്രകാരം ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഈ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല, അങ്ങനെയും നമുക്ക് പറയാം. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അത് തന്നെ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ -1 ആണെന്നും, 0യില് ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ 0യിലേക്ക് വന്നാൽ ഫംഗ്ഷൻ വാല്യൂ -1 ആണെന്നും, റൈറ്റ് സൈഡിലൂടെയാണ് 0യിലേക്ക് വരുന്നതെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ 1 ആണെന്നും അത് തന്നെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ?
ഓക്കെ, സോ അങ്ങനെ ആൻസർ കൊടുത്താൽ മതി. ക്ലിയർ ആണോ? Yes, sir. ഇനി അവിടെ നിന്ന് നമുക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്നതാണ്. അതിന്റെ കേസിൽ എങ്ങനെയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² - 3x + 2 ഡിവൈഡ് ബൈ x² + 1. ഇതെങ്ങനെ ചെയ്യണേ? എക്സിന്റെ ഹൈയസ്റ്റ് പവർ ഔട്ട്സൈഡ് എടുക്കുക അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² ഇൻറ്റു 5 പ്ലസ് x² ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 5 പ്ലസ് അല്ല -3/x + 2/x². ശരിയാണോ? ഡിവൈഡഡ് ബൈ x² ഇൻറ്റു 1 + 1/x². ഇതിന്റെ അകത്ത് സംശയം ഉണ്ടോ? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നേ? ഇനി എന്ത് ചെയ്യണം? x² ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ളിടത്ത് ലിമിറ്റ് കൊടുക്കുക. അപ്പൊ എന്ത് വരും? x in infinity, limit x tends to infinity 1/x എന്താ? 0. ലിമിറ്റ് x tends to infinity 1/x² ആണെങ്കിലും 1/x³ ആണെങ്കിലും ഒക്കെ എന്ത് തന്നെയാണ്? ഒക്കെ 0 ആണ്. അപ്പൊ നമുക്ക് ഇതെന്തായിരിക്കും വരിക? 5 മൈനസ് ഇത് 0 വരും, അടുത്ത ടൈം 0 വരും, ഡിവൈഡഡ് ബൈ 1 + 0 വരും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ x ടെൻസ് ടു ഇൻഫിനിറ്റി ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ലല്ലോ. ഓക്കെ, സോ ഇതെല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഇൻഫിനിറ്റിയുടെ വരുന്ന ഇതുപോലുള്ള പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി mod x/x. ചെയ്യുവോ? എത്രേന്റെ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത് പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. കാരണം ഞാൻ പറയാം, വളരെ സിമ്പിൾ. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് എന്ന് പറയുമ്പോൾ എക്സ് വളരെ ലാർജ് നമ്പറിലേക്ക് പോകുന്നു എന്നല്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ mod x എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അതായത് mod x ന്റെ ഡെഫിനേഷൻ നോക്കാം. mod x is equal to -x if x less than 0, x if x greater than 0. രണ്ടും ഇങ്ങനെ പറയാം, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇത് നമ്മള് എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ ഈ എക്സ് ലെസ് ദാൻ 0യുടെ സിറ്റുവേഷൻ വരുന്നുണ്ടോ നമ്മുടെ കേസിൽ? ഇല്ല. ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വളരെ ലാർജ് നമ്പറിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് mod x ഏത് ആവുന്ന കേസ് മാത്രമേ ഉള്ളൂ? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോ എക്സ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സംശയം ഉണ്ടോ? ഇംപ്ലൈസ് mod x is equal to അപ്പൊ എന്ത് വരും? ഈ പറഞ്ഞതിന്റെ അകത്ത് സംശയം ഉണ്ടോ ആർക്കെങ്കിലും? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി mod x/x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x/x എന്ന് തന്നെയാ പറഞ്ഞത്. അപ്പൊ ആൻസർ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു -ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ ആൻസർ എന്താകുമായിരുന്നു? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ.
-1. കാരണം എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ എക്സ് എപ്പോഴും നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനേ വരുള്ളൂ അല്ലെ. അപ്പൊ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു -x എന്നുള്ള കേസാണ് എടുക്കേണ്ടത്. അത് ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യനും ഇതും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് മാറിപ്പോയേക്കരുത്. ഇതുമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചോളൂ. രണ്ടിന്റെ വ്യത്യാസം ക്ലിയർ ആണോ? ഇതിന്റെ കൂടെ നിങ്ങളെ കൺഫ്യൂസിങ് ആക്കാനായിട്ട് ഞാൻ 1-2 കൂടെ പറയാം. വാട്ട് അബൌട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/mod x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x എന്താ? ഇൻഫിനിറ്റി ആയിരിക്കില്ല ഫസ്റ്റ്. സെക്കൻഡ് വൺ ഇത് റെമഡിയൽ ക്ലാസ്സിൽ പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. കാരണം ഇത്രയും കൺഫ്യൂസിങ് ആക്കുന്ന കാര്യങ്ങൾ റെമഡിയൽ ക്ലാസ്സിൽ നോർമലി പറയാറില്ല. എങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് പോയിക്കൊള്ളുക. ഇതിന്റെ ആൻസർ ഇൻഫിനിറ്റി ആണ്, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. ആദ്യത്തെ നോട്ട് ഡിഫൈൻഡ് എന്ന് വരാൻ കാരണം നെഗറ്റീവ് വാല്യൂസിലൂടെ നമ്മൾ 0യിലേക്ക് വരികയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയും, പോസിറ്റീവ് വാല്യൂസിലൂടെ 0യിലേക്ക് വരികയാണെങ്കിൽ പോസിറ്റീവ് ഇൻഫിനിറ്റിയും ആ വരുന്നത്. ഇതിന്റെ 1/xന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? 1/xന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ശരിയാണോ? ക്രോസ് ചെയ്ത് പോവില്ലേ? ആണോ? 1/mod xന്റെ ആണെങ്കിലോ 1/mod xന്റെ ഗ്രാഫ് എങ്ങനെയാ? മുകളിലത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ വരും. ഇത് ഈ y ആക്സിസുമായിട്ട് ഇന്റർസെക്ഷൻ വരില്ല കേട്ടോ, അറിയാമല്ലോ അത്. അപ്പോ ഈ കേസിൽ എങ്ങടാ പോകുന്നേ? എക്സ് ടെൻസ് ടു 0 വന്നാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും. രണ്ടാമത്തെ കേസിൽ. ഈ കേസിൽ എങ്ങനെയാ? നോട്ട് ഡിഫൈൻഡ് ആ. ക്ലിയർ ആണോ? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഓർമ്മയില്ലാത്തതാണ്. എനിവേ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കഥ പറയുന്ന പോലെ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേ ഗ്രാഫ് റഫായിട്ട് വരച്ച് കാര്യം പറയേണ്ടി വരും. ഇത് ലെഫ്റ്റ് വാല്യൂസിലെ നെഗറ്റീവ് വാല്യൂസിലൂടെ 0യിലേക്ക് വരികയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയും ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആണ്. നെഗറ്റീവ് വാല്യൂസിലൂടെ 0യിലേക്ക് വന്നാൽ മൈനസ് ഇൻഫിനിറ്റിയും, പോസിറ്റീവ് വാല്യൂസിലൂടെ 0യിലേക്ക് വരുമ്പോൾ ഇൻഫിനിറ്റിയിലേക്കുമാണ് പോകുന്നത്. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ. അതേസമയം സെക്കൻഡ് വണ്ണിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സിന്റെ വാല്യൂ 0യിലേക്ക് വരുന്നതനുസരിച്ച് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വാല്യൂവിലേക്ക് ഫംഗ്ഷൻ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. സോ നമുക്ക് എക്സ് ടെൻസ് ടു 0 1/mod x എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ക്ലിയർ ആണോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x² ആണെങ്കിലോ ഈ ലിമിറ്റ് എന്താ പറയണേ? അത് ഇൻഫിനിറ്റി ആയിരിക്കില്ലേ വരുള്ളൂ? അത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് അത് ഒത്തിരി കൺഫ്യൂസിംഗ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അത് കൂടുതൽ പറഞ്ഞാൽ അവിടെ കൺഫ്യൂസിംഗ് ആവും. നിങ്ങൾ അത്രയും കൺഫ്യൂസിംഗ് ആയിട്ട് പറയാൻ മാത്രം നമുക്ക് റെലവൻസ് ആ ഭാഗത്തിന് സിലബസിൽ അത്രയും നമുക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അത് ഒത്തിരി കൺഫ്യൂസിംഗ് ആക്കണ്ട. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് മോഡ് എക്സ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. മോഡ് എക്സ് ബൈ എക്സ് എക്സ് ടെൻസ് ടു 0യിലും എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലും ഉള്ളത് അറിയുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/xന്റെ കൺക്ലൂഷനും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/mod xന്റെ കൺക്ലൂഷനും അറിഞ്ഞിരിക്കുക. ഇത്രയും സംഭവങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 1/x² ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x². ഇത്രയും
ഇതിന്റെ കൺക്ലൂഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മതി, ഇത്രയും മതി. അത് കൂടുതൽ നിങ്ങൾ അവിടെ ഒത്തിരി കൺഫ്യൂസിങ് ആക്കാൻ പോകണം. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇന്നെടുത്ത ക്ലാസ്സിന്റെ ഇന്നിപ്പോ ഞാൻ ഇവിടെ വെച്ച് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ചോദിക്കാൻ